Average waves in unprotected waters-ന്റെ ബാക്കിയുള്ള ഭാഗം കണ്ടിന്യൂ ചെയ്യാണ്. സോ ബെറ്റ് ആൻഡ് അർണോൾഡ് ഇസ് റെഡി ടു ഗോ ഔട്ട്. അവർ പോകാനായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. സോ ഹി കെയിം ഡ്രാഗിങ് ഹിസ് സ്റ്റെപ്പ്. ദെൻ ഷീ ടോൾഡ് ഹിം ദ സ്യൂട്ട് കേസ് വാസ് ഹിസ്. അപ്പോൾ പോകുന്ന നേരത്ത് ബെറ്റ് അർണോൾഡിനോട് പറയാണ് ഇത് നിൻ്റെ സ്യൂട്ട് കേസ് ആണെന്ന് പറയുന്നു. Then he realized there was something wrong and she locked the door and asked him to go with her. അപ്പോൾ ഇവള് ഇങ്ങനെയൊക്കെ പറയുന്നതോടുകൂടി നമ്മുടെ അർണോൾഡിനെ എന്തോ പ്രശ്നമുള്ള പോലെ സെൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവനൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവൻ ജസ്റ്റ് ഒരു കോർണറിൽ ഒരു മിററിൻ്റെ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. ദെൻ അവൾ ഡോർ ലോക്ക് ചെയ്യുന്നു. അർണോൾഡിനായിട്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. They went down the stairs slowly. In the entrance hall, old Mrs. Puckett stood waiting outside the door. Then she was holding a plastic bag of peanut butter cookies, Arnold's favorite. അപ്പോൾ ഇറങ്ങി വരുന്ന നേരത്തെ എൻട്രൻസിൻ്റെ അവിടെ ഒരു റൂമിലാണ് താമസിക്കുന്നത്. അപ്പോൾ റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ടൈമിൽ എൻട്രൻസിൻ്റെ അവിടെ മിസ്സിസ് പക്കറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ നിൽക്കുന്നത് എന്തും കൈ പിടിച്ചിട്ടാണ്, പീനട്ട് കുക്കീസ് പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അത് അർണോൾഡിൻ്റെ ഫേവറേറ്റ് കുക്കിയായിരുന്നു. ദർ വർ ടിയേഴ്സ് ഇൻ ഹെർ ഐസ്. അവളുടെ കണ്ണിൽ കണ്ണുനീരുണ്ടായിരുന്നു പക്കറ്റിൻ്റെ. അപ്പോൾ അതായത് അർണോൾഡിനെ യാത്ര അയക്കുകയാണ് ചെയ്യുന്നത്. ഷീ ഹാഡ് babysat him all these years and gave up only when he had grown too strong and wild to manage, but thought he would give the old lady some sign of affection, hug her or take the cookies from her, but he went out. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുക്കിയായിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ബെറ്റ് വിചാരിച്ചു അർണോൾഡ് ചെന്ന് ഭയങ്കര അഫെക്ഷനോട് കൂടി അവളെ ഹഗ് ചെയ്യുകയും അതുപോലെ കുക്കീസ് വാങ്ങിക്കുകയൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവൻ യാതൊരുവിധ അഫെക്ഷനും കാണിച്ചില്ല. അവൻ അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. ഹി വെൻറ്റ് ഔട്ട്. സോ ഇവിടെ പക്കറ്റ് ആരാന്ന് പറയുന്നു. അർണോൾഡിനെ നോക്കിയിരുന്നത് മിസ്സിസ് പക്കറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു അവൻ വലുതായി, അവന് ഭയങ്കര ശക്തി വന്നു, ബെറ്റിനെ കൊണ്ട് പോലും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ അങ്ങനെ ഈ മിസ്സിസ് പക്കറ്റിന് മാനേജ് ചെയ്യാൻ പറ്റാതായതോട് കൂടിയിട്ടാണ് അർണോൾഡിനെ നോക്കുന്നത് നിർത്തിയത്. ബെറ്റ് ഹാഡ് ടു ടേക്ക് ദി കുക്കീസ് ആൻഡ് താങ്ക്ഡ് പക്കറ്റ്. ദെൻ പക്കറ്റ് സോപ്ഡ്. അപ്പോൾ ബെറ്റ് എന്ത് ചെയ്തു, അവൻ കൊണ്ടുവന്ന കുക്കീസ് വാങ്ങിച്ചിട്ട് അവൻ താങ്ക്സ് പറയുന്നു. അപ്പോൾ ഈ സമയത്ത് പക്കറ്റ് ഭയങ്കര വിഷമത്തോടു കൂടി നിൽക്കുകയാണ് ചെയ്യുന്നത്. They caught the bus. Arnold sat by the window. Then he thought he was going to the workplace with her. So when the place of her work was reached, he tried to stand up. She then asked him to sit down and held his arms. അപ്പോൾ ഇവിടെ പറയുന്നത് അവർ ബസ് കയറാനായിട്ട് പോവാണ്. അങ്ങനെ ബസ് കയറി. അർണോൾഡിന് വിൻഡോ സീറ്റ് തന്നെ കിട്ടി. ദെൻ അപ്പോൾ അവൻ ഈ ബസ്സിൽ കയറിയപ്പോൾ അവൻ വിചാരിച്ചത് അമ്മയുടെ ജോലി സ്ഥലത്തോട്ട് പോകാമെന്നാണ്. ബട്ട് അങ്ങോട്ടല്ല. അപ്പോൾ ഈ ജോലി സ്ഥലം എത്തിയപ്പോൾ അവൻ എണീക്കാൻ നോക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് ഇവിടെ ഇരിക്കി, നമുക്കിവിടെ എല്ലാം ഇറങ്ങണ്ടേന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തുകയാണ് ചെയ്യുന്നത്. At the train station, he bought the tickets and then a pack of Wrigley's Spearmint gum. Then Arnold stood gaping at the ceiling with his head flopped back and his hands hanging limp. Then people stared at him and then she took him to the gate. അങ്ങനെ ഇവർ ബസ് കയറി റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. ട്രെയിൻ സ്റ്റേഷനിലോട്ട് എത്തുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞ് ബെറ്റ് ടിക്കറ്റ് എടുത്തു. ദെൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് അവളൊരു ചുയിങ്കം വാങ്ങിക്കുകയാണ്. ചുയിങ്കം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർണോൾഡിനെ ബിസിയാക്കി ഇരുത്താൻ ഈ ഒരു വഴിയെ അവൾ കണ്ടിരുന്നുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ചൂ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടികൾ അതിൽ ബിസി ആയിക്കോളും. പക്ഷേ അർണോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവൻ ഇങ്ങനെ ജസ്റ്റ് ഒരു കോർണറിലോട്ട് നോക്കി വാ പൊളിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ വായും പൊളിച്ച് കൈയും തൂക്കിയിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ആളുകൾ നോക്കി തുടങ്ങും. അപ്പം അങ്ങനെ ആളുകൾ നോക്കി തുടങ്ങുമ്പോൾ ബെറ്റിന് അതൊരു വിഷമമാകുകയും അങ്ങനെ ബെറ്റ് അവനെയും കൊണ്ട് ഗേറ്റിൻ്റെ ഭാഗത്തോട്ട് പോയി ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആരും ഇല്ലാത്ത ഒരു സ്ഥലത്തോട്ട് നീങ്ങി നിൽക്കുന്നു. ഹി ഹാഡൻ ബീൻ ഓൺ എ ട്രെയിൻ ബിഫോർ. അപ്പോൾ അർണോൾഡ് ഇതുവരെ ട്രെയിനിൽ കയറിയിട്ടില്ല. ഹി വാസ് എ ബിറ്റ് നെർവസ് വെൻ ദ ട്രെയിൻ മൂവ്ഡ്. ഹി ക്രൗഡ് ആൻഡ് പുൾഡ് അറ്റ് ഹെർ സ്ലീവ്സ്. അപ്പോൾ ഈ ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കാണുന്നതോട് കൂടിയിട്ട് അവൻ ബഹളം വെച്ചിട്ട് ബെറ്റിൻ്റെ കയ്യിൽ വലിക്കാൻ തുടങ്ങുകയാണ്. ഷീ ദെൻ ടോൾഡ് ഹിം ഇറ്റ് വാസ് എ ട്രെയിൻ ആൻഡ് ദേ ആർ ടേക്കിംഗ് എ ട്രിപ്പ്.
പറയാൻ ഇത് പേടിക്കാനൊന്നുമില്ല, അതൊരു ട്രെയിനാണ്, നമ്മളൊരു ട്രിപ്പ് പോവുകയാണെന്ന് പറയുന്നുണ്ട്. ദെൻ അവൾ നേരത്തെ വാങ്ങിയ ച്യൂയിങ്കം അവനെ ബിസിയാക്കാൻ കൊടുക്കുകയാണ്. ഷി ഗേവ് ഹിം എ ച്യൂയിങ്കം ആൻഡ് ഹി ലവ്ഡ് ഇറ്റ്. അവനത് ഇഷ്ടമായി, അവനത് കഴിക്കുകയാണ് ചെയ്യുന്നത്. ബട്ട് ഇഫ് ഷീ ഡിഡ് നോട്ട് വാച്ച് ഹി വുഡ് സ്വാലോ ഇറ്റ്. അപ്പോൾ അവൾ സ്വാലോ ചെയ്യുന്നത് എന്താണ് നോക്കുന്നുണ്ട്, വിഴുങ്ങിക്കളയുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്, കാരണം സൂക്ഷിച്ചില്ലെങ്കിൽ അവനത് വിഴുങ്ങുമായിരുന്നു. ദെൻ he was thin-skinned, then almost transparent. Sometimes she thought she could see the blood traveling in his vein. ഇനി പറയുന്നത് നമ്മുടെ അർണോൾഡിൻ്റെ ഒരു രൂപം എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഭയങ്കര തിന്നാണ്. നമുക്കറിയാം ഇങ്ങനെയുള്ള കുട്ടികളെല്ലാം ഭയങ്കര എന്താണ് തടി കുറവായിരിക്കും, വളരെ നേർത്ത ചർമ്മമായിരുന്നു. അതുപോലെ തന്നെ ഞരമ്പുകളിലൂടെ ഒഴുകുന്ന ചോര വരെ കാണാം എന്നാണ് പറയുന്നത്. അതായത് അത്രയും തടി ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഞരമ്പൊക്കെ പൊന്തിയ ഒരു ടൈപ്പ് ശരീരമായിരുന്നു അർണോൾഡിൻ്റേത്. ദെൻ ദ ട്രെയിൻ ഗാതേർഡ് സ്പീഡ്, ഹി കാം ഡൗൺ. അങ്ങനെ ട്രെയിനിൽ കയറി ട്രെയിൻ സ്പീഡൊക്കെ കൂടിയോടുകൂടി നമ്മുടെ അർണോൾഡിന് ഒരു സമാധാനം വരികയാണ് ചെയ്യുന്നത്. Then she saw his eyelashes slowly dropping as if he was going to sleep, and he had ever slept well even as a baby. Even before discovering he was a problem child, they noticed his jittery, jerky catnaps. Then he used to close and open his tiny hands and make a single cry. Every set gave him the chills. Then when the doctor told them about Arnold's problem, every just walked in wide circles around the crib, looking stunned and sick. A few weeks later he left. Then she was not surprised. സോ ഈ കുട്ടി ട്രെയിനിൻ്റെ സ്പീഡ് കൂടി തോറും കാമായി വരികയാണ്. സോ അവൻ്റെ സ്പീഡ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് അവൻ്റെ കണ്ണിൻ്റെ പോള, അത് ഐലാഷസ്, അതിങ്ങനെ അടയുന്നതായിട്ട് ഇവൾക്ക് ഫീൽ ചെയ്യാണ്, ബെറ്റിന് ഫീൽ ചെയ്യാണ്. പക്ഷേ ശരിക്കും അവൻ ഉറങ്ങല്ലായിരുന്നു. ഈ കുട്ടിയായിരുന്നപ്പോൾ തന്നെ, ചെറിയ കുട്ടിയിലും തന്നെ അവൻ ഉറങ്ങാറില്ലായിരുന്നു. അപ്പോൾ അതെങ്ങനെ അവർക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ ശ്രദ്ധിച്ചിരുന്നു. ഈ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുതലേ ഇവൾ ശ്രദ്ധിച്ചിരുന്നു. ഇവൻ അങ്ങനെ ഉറങ്ങിയിരുന്നില്ല മറ്റുള്ള കുട്ടികളെ പോലെ. ഇവരെപ്പോഴും എന്താണ് ഭയങ്കര ആക്റ്റീവായി, ഉറക്കം എന്ന് പറഞ്ഞ സാധനം ഇവർക്ക് കുറവായിരിക്കും. ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി കൂടുതലുമാണ് ആക്റ്റീവ്നെസ്. ദെൻ അവന് മാനസികമായിട്ട് പ്രശ്നമുണ്ടെന്ന് ഡോക്ടർ പറയുന്നതിന് മുന്നേ തന്നെ ബെറ്റിന് ഈ ഉറക്കത്തിൻ്റെ കാര്യം അവൾ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അവൻ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നു, ഉറക്കത്തിൽ ഞെട്ടി ഉണരും. അതുപോലെ തന്നെ കാറ്റ് നാപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചെറിയ ചെറിയ ഉറക്കങ്ങളാണ്. ചെറുതായി ഉറങ്ങും, പെട്ടെന്ന് തന്നെ എണീക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കൈകൾ അടക്കുകയും തുറക്കുകയും ചെയ്തിട്ട് ഇങ്ങനെ എന്താണ് സൗണ്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇനിയാണ് ഹസ്ബൻഡിനെ കുറിച്ച് പറയുന്നത്. ഇനി അവൾ മെമ്മറീസിലോട്ട് പോവാണ്. ഇവിടെ മെമ്മറീസിലോട്ട് പോയി ചെറുപ്പകാലമാണ് പറയുന്നത്. അപ്പോഴാണ് എവ്രി അവളെ ഹസ്ബൻഡ് കടന്നു വരുന്നത്. അപ്പോൾ ഇവൻ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുകയും കൈകൾ അടക്കുകയും തുറക്കുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ എവ്രിക്ക് അതൊരു അസ്വസ്ഥത ഉണ്ടാക്കുമായിരുന്നു. ദെൻ ഈ അർണോൾഡിൻ്റെ പ്രശ്നത്തിനെ പറ്റിയിട്ട് ഡോക്ടർ പറഞ്ഞോട് കൂടിയിട്ട് എവ്രി എന്ത് ചെയ്യാണ്, ഈ കുട്ടിയുടെ ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ചെയ്യുന്നത്. ദെൻ എവ്രിക്ക് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. ദെൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഫ്യൂ വീക്സ് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യാണ്, ഹി ലെഫ്റ്റ്. എവ്രി അർണോൾഡിനെയും ബെറ്റിനെയും വിറ്റ് പോവുകയാണ് ചെയ്യുന്നത്. ബട്ട് ഷീ വാസ് നോട്ട് സർപ്രൈസ്ഡ്. അതിൽ അവൾക്കൊട്ട് അത്ഭുതമൊന്നും തോന്നിയില്ല. She did not know if the bad gene was his or hers. Then അവളുടെ അർണോൾഡിൻ്റെ ജീനിൻ്റെ പ്രശ്നം ഇനി ബെറ്റിൻ്റെ ജീനിൻ്റെ പ്രശ്നമാണോ എവ്രിയുടെ ജീനിൻ്റെ പ്രശ്നമാണോ എന്നൊക്കെ ആലോചിക്കുകയാണ്. സംടൈംസ് ഷീ ബ്ലെയിംഡ് ഹെർ മാരേജ്. ചില സമയത്ത് അവരുടെ മാരേജിന് തന്നെ അവൾ കുറ്റപ്പെടുത്തിയിരുന്നു. She had wanted to get away from home. Her home was a trailer near the forest. അപ്പോൾ ഇവരുടെ മാരേജ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരിഡ് ടു യങ് അഗെയിൻസ്റ്റ് ഹെർ പാരൻസ് വിഷ്. അവരുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞത് കേൾക്കാതെ വളരെ നേരത്തെ തന്നെ കല്യാണം കഴിച്ചതായിരുന്നു. അപ്പോൾ ഇവൾക്ക് എങ്ങനെയെങ്കിലും ഉള്ള അച്ഛനമ്മേനെ വിട്ടു പോയാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. കാരണം ഇവരുടെ വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ ഉള്ളൊരു ട്രെയിലറിൻ്റെ ഉള്ളിലായിരുന്നു.
Her father ran a fishing boat for tourists. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ബോട്ട് ഓടിക്കലായിരുന്നു അച്ഛന് പണി. Then everything was ruled by the sea. എല്ലാം അവർക്ക് കടലായിരുന്നു. Then her father couldn't arrange the day till he had the marine forecast, the wind, the tides, a small craft warnings, the height of average waves. അപ്പോൾ അച്ഛൻ എപ്പോഴും വെതർ ഫോർകാസ്റ്റ് കേട്ടിട്ടാണ് പോവുക. കാരണം കടൽക്ഷോഭം ഉണ്ടാവുമോ, തിരകൾ എങ്ങനെയാണ്, കപ്പൽ വരുന്നുണ്ടോ, ഇങ്ങനെയുള്ള ഓരോ ഡീറ്റെയിൽസും സീനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞതിന് ശേഷം മാത്രമേ അച്ഛൻ പോവാറുള്ളൂ. ഹി ലവ്ഡ് ടു ഫിഷിങ് അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ദെൻ ഹി swam every chance he got. ചാൻസ് കിട്ടുമ്പോഴൊക്കെ അച്ഛൻ നീന്താൻ പോവാറുണ്ട്. Her father had tried to teach her to body surf, but she was scared. ഫാദർ എപ്പോഴും ബോഡി സർഫ് ചെയ്യാനായിട്ട് പഠിപ്പിക്കാൻ നോക്കും, പക്ഷേ ഇവള് ഒന്നിനൊന്നും കൂട്ടാക്കിയിരുന്നില്ല. She married Avery and she had been sorry ever since. അങ്ങനെ കല്യാണം കഴിച്ചത് മുതൽ അവൾക്ക് എന്താണ്, പ്രശ്നങ്ങളാണ്, ദുഃഖങ്ങളാണ്. She had to move far away from home. വീട്ടിൽ നിന്ന് പോകണം അല്ലെങ്കിൽ എന്ന് മാത്രമേ അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൾ ആഗ്രഹപ്രകാരം തന്നെ വീട്ടിൽ നിന്ന് പോരേണ്ടി വന്നു. അതോടുകൂടി പ്രശ്നങ്ങളും തുടങ്ങി. Her parents died within 1 year of each other. അപ്പോൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓരോ വർഷത്തിൻ്റെ ഗ്യാപ്പിൽ അവളുടെ അച്ഛനും അമ്മയും മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. The marriage turned sour. അങ്ങനെ മാരേജിന് പ്രശ്നങ്ങൾ വരികയാണ്. ബട്ട് ഷീ വുഡ് നെവർ ഹാവ് തോട്ട് ഓഫ് ലീവിങ് ഹിം. പക്ഷേ ബെറ്റ് ഒരിക്കലും എവ്രീനെ വിട്ടു പോകേണ്ട കാര്യം ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് എവ്രി ഹു ലെഫ്റ്റ്. വിട്ടുപോയതാരാണ്? എവ്രി ആയിരുന്നു. Then she stayed on in the apartment for months after he had gone, although his rent was high. Not that she expected him, but she wanted time. അപ്പോൾ ഇവിടെ എവ്രി ഇവളതിനെ വിട്ടു പോയപ്പോഴും ഇവള് ആ അപ്പാർട്ട്മെൻറ്റിൽ തന്നെയായിരുന്നു കുറേ മാസങ്ങളായിട്ട് താമസിച്ചിരുന്നത്. റെൻറ്റ് ഭയങ്കര കൂടുതലായിരുന്നു, എന്നാലും അവിടെയാണ് താമസിച്ചിരുന്നത്. അവൾ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് പൊരുത്തപ്പെട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അവൾ ആ അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചിരുന്നത്. അല്ലാതെ എവ്രി തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് അവനെ കാത്തിരുന്നത് അല്ല. സോ അവിടെ ഒരു ഫെമിനിസ്റ്റ് ആറ്റിറ്റ്യൂഡൊക്കെ വരുന്നുണ്ട്. അർണോൾഡ് ലുക്ക്ഡ് അറൗണ്ട്. അർണോൾഡ് ഇനി അവൾ മെമ്മറീസ് അല്ലെങ്കിൽ പാസ്റ്റിൽ നിന്ന് പ്രസൻറ്റിലോട്ട് വരികയാണ്. അർണോൾഡിൻ്റെ കാര്യമാണ് ഇനി പറയുന്നത്. അവൻ ചുറ്റുപാടും നോക്കുന്നുണ്ട്. ഹിസ് ചൂയിങ് ഗം ഫെൽ ഓൺ ഹിസ് ജാക്കറ്റ്. ആ ചൂയിങ് ഗം അവൻ്റെ ജാക്കറ്റിൽ വീണ് എടുക്കുന്നുണ്ട്. ദെൻ ഷീ ടുക്ക് ഇറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ദ ആഷ്ട്രേ. അപ്പോൾ ആഷ്ട്രേയിൽ അത് എടുത്തിടുന്നു. She asked him to look at the cows outside, but he began jumping on his seat. അവൾ നമ്മുടെ അതിനെ പോകുന്ന പുറത്ത് ട്രെയിൻ പോകുമ്പോൾ അതിൻ്റെ പുറത്ത് പോകുന്ന ക്യാറ്റിനെയും അതുപോലെ തന്നെ കൗനൊക്കെ നോക്കാൻ പറയുന്നുണ്ട്. പക്ഷേ ഇവൻ സീറ്റിൽ കയറി നിന്ന് കളിച്ചു തുടങ്ങി. She then asked him if he wanted a cookie. Then she wanted to bring the picture book, but she had forgotten. അപ്പോൾ അവൻ ഇങ്ങനെ ബഹളം വയ്ക്കുകയും കളിക്കുകയും സീറ്റിൽ ചാടി കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുക്കീസ് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അവന് വേണ്ടാന്ന് പറയുന്നു. then അപ്പോഴാണ് അവളൊരു കാര്യം ആലോചിച്ചത്. അവൾ പിക്ചർ ബുക്ക് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ മറന്നുപോയി. അപ്പോൾ ഈ പിക്ചർ ബുക്കാണെങ്കിൽ പിന്നെ അത് അവൻ കുറച്ച് നേരം നോക്കിയിരിക്കുമ്പോൾ അവനത് ബിസിയായി ഇരിക്കും. അപ്പോൾ പിന്നെ മറ്റുള്ളവരെ ഒന്നും ശല്യം ചെയ്യില്ല. then she wondered if she could get a magazine. അവൾ ഒരു മാഗസീൻ കിട്ടുമെന്ന് ഇങ്ങനെ തപ്പി നടക്കുകയും if he got bored he would get into tantrums. then she would not be able to handle him. ഇപ്പം എങ്ങനെ അവന് ബോറടിച്ച് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? ഉറക്കെ ബഹളം വെക്കാൻ തുടങ്ങും. ടാൻട്രംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ബഹളം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അസ്വസ്ഥമായി ഒരു സൗണ്ടൊക്കെ ഉണ്ടാക്കി നടക്കുന്ന ആ ഒരു ശീലമാണ്. ദെൻ അപ്പോൾ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ടാവും. ഓഫ് കോഴ്സ് ദർ വാസ് എ പിൽ. പക്ഷെ ഗുളിക അവളുടെ കയ്യിലുണ്ട്. ബട്ട് ഇറ്റ് വുഡ് ചോക്ക് ഹിം ഇഫ് ഗിവൺ വെൻ ഹി ഈസ് സ്ക്രീമിങ്. പക്ഷെ അവൻ നിലവിളിക്കുന്ന ആ ഒരു ടൈമിൽ ഈ ഗുളിക കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തൊണ്ടയിൽ കുടുങ്ങാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അർണോൾഡിന് അത്രയും കെയറിങ്ങും ആണ് അവൾക്ക്. അപ്പോൾ സ്നേഹമുണ്ട്. സ്നേഹമില്ലാതെ അല്ല ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാൻ പോകുന്നത്, അതൊരു നിവൃത്തിയേടുകൊണ്ടാണ്. ഷീ ട്രൈഡ് ടു ഡയറക്റ്റ് ഹിസ് അറ്റൻഷൻ ടു ഡിഫറെൻറ്റ് തിങ്സ്. അപ്പോൾ ഇവൻ്റെ അറ്റൻഷൻ വേറെ എന്തിലേക്കൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവളിങ്ങനെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ദ കണ്ടക്ടർ കെയിം ഇൻ സിംഗിങ് ദ സോങ്. അത് കഴിഞ്ഞ് ട്രെയിനിലെ ടിക്കറ്റിൻ്റെ വെരിഫിക്കേഷന് വേണ്ടി കണ്ടക്ടർ വരികയാണ്.
ഒരു പാട്ട് പാടിയിട്ടാണ് വരുന്നത്. ഗേൾ ഓഫ് മൈ ഡ്രീംസ് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് പാടിയിട്ടാണ് വരുന്നത്. ഹി വാസ് ചെക്കിംഗ് ദ ടിക്കറ്റ്സ് ജസ്റ്റ് അക്രോസ് ഫ്രം ബെറ്റ് ആൻഡ് അർണോൾഡ്. ഹീ സ്റ്റോപ്ഡ്. അപ്പോൾ ടിക്കറ്റ് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബെറ്റിൻ്റെ അർണോൾഡിൻ്റെയും മുമ്പിൽ വന്നപ്പോൾ അയാൾ നിന്നു. ഹി വാസ് ലുക്കിംഗ് അറ്റ് എ ടൈനി ബ്ലാക്ക് ലേഡി ഇൻ എ പേർപ്പിൾ കോട്ട്. അയാൾ നോക്കുന്നത് ഒരു ലേഡി, ഒരു ബ്ലാക്ക് ലേഡി അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു പേർപ്പിൾ കളറ് കോട്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരു ലേഡി ഇരിക്കുന്നുണ്ട്. അതിനെയാണ്, ഒരു കറുത്ത ലേഡിയാണ്, അതിനെയാണ് ഇയാൾ തുറിച്ച് നോക്കുന്നത്. Then she was traveling without a ticket and she was trying to avoid the conductor. The conductor said she has to pay. The lady started calling him all sorts of names and she was shouting. Then she sounded like a parrot, but she had to pay. Then she saw Arnold laughing but was happy that Arnold had settled down a bit with all its excitement. അപ്പോൾ ഈ ലേഡി ടിക്കറ്റിലാണ്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് അവിടെ ടിക്കറ്റ് കണ്ടക്ടർ അവിടെ നിന്നത്. ദെൻ കണ്ടക്ടറുടെ കണ്ണിൽ പെടാതിരിക്കാൻ അവളിങ്ങനെ ഒളിച്ചൊളിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷേ അയാൾ പിടിച്ചു. ദെൻ ടിക്കറ്റിൻ്റെ പണം കണ്ടക്ടർ ചോദിച്ചോട് കൂടിയിട്ട് ഇവളെന്ത് ചെയ്യാണ്, അയാളെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ തെറി വിളിക്കുകയും അതുപോലെ തന്നെ അയാളെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയുകയാണ്. ഇറ്റ് സൗണ്ട് ലൈക്ക് പാരറ്റ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ കലകലാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ആ പൈസ കൊടുക്കാതിരിക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് നോക്കുകയാണ് അവൾ ചെയ്യുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കണ്ടക്ടർ വിട്ടുകൊടുത്തില്ല. ലാസ്റ്റ് അവൾക്ക് ആ പൈസ പേ ചെയ്യേണ്ടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അർണോൾഡ് ഇതൊക്കെ നോക്കിയിട്ട് അവൻ്റെ അറ്റൻഷൻ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അത്രയും നേരം അർണോൾഡ് ഒതുങ്ങിയിരുന്നു. അപ്പോൾ അർണോൾഡ് ഈ സ്ത്രീനെ കണ്ടിട്ട് ചിരിക്കുന്നുണ്ട്. അത് ആ സ്ത്രീയും കണ്ടു, പക്ഷേ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ബെറ്റിന് സമാധാനമായി. ഈ ഒരു കാര്യം നോക്കിയിട്ട് അർണോൾഡ് കുറച്ച് നേരം ഇരുന്നല്ലോ. Bet and Arnold go down at Parkinsville Railroad Station. അപ്പോൾ അവിടെ ബെറ്റും അർണോൾഡും കൂടി ഇറങ്ങിയ സ്റ്റേഷൻ്റെ പേരാണ് പാർക്കിൻസ്വിൽ റെയിൽറോഡ് സ്റ്റേഷൻ. Then they took a taxi cab to the Parkins State Hospital. Then അവിടുന്ന് ഒരു ടാക്സി വിളിച്ചിട്ട് അവർ പോവാണ് Parkins State Hospital. The driver said he had been there many times.